ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന സ്പോട്ട് കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ പിസ്സ കിട്ടുന്ന സ്പോട്സിൽ ഒന്നായിട്ടുള്ള നേപ്പിൾ പിസ്സ സിറ്റിയിലാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കുറവൻകോണത്താണ്. ഇവിടെ വന്ന ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പിക്സ് ഒക്കെ ഇവിടെ വോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന 5 സൈസിലും ഇവിടെ പിസ്സ അവൈലബിൾ ആണ്. സ്മോൾ, റെഗുലർ, ലാർജ്, ജംബോ ആൻഡ് ബീസ്റ്റി. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് തിൻ ക്രസ്റ്റുള്ള വുഡ് ഫയർഡ് പിസ്സയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. വെജിലും ചിക്കനിലും പ്രോൺസിലും ബീഫിലും ഒക്കെ ഇവിടെ പിസ്സ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഫ്രൈസും ഗ്രിൽസും റാപ്സും സ്റ്റാർട്ടേഴ്സും ബർഗേഴ്സും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് ചിക്കനിലും ബർഗറിലൊക്കെ ഒരുപാട് കോംബോ ഉണ്ട്. പിന്നെ ഏറ്റവും വലുതായിട്ടുള്ളത് ഇവിടെ 26 ഇഞ്ചിൻ്റെ ഒരു മോൺസ്റ്റർ പിസ്സ ഉണ്ട് കേട്ടോ. ആ 26 ഇഞ്ചുള്ള മോൺസ്റ്റർ പിസ്സയാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന അതല്ല കേട്ടോ. ഞാൻ ഡബിൾ സൈഡ് പിസ്സയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പോർഷനിൽ വരുന്നത് മീറ്റ് ഓവർലോഡും മറ്റേ സൈഡിൽ വരുന്നത് ബീസ്റ്റ് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു കിടിലൻ സ്പൈസി പിസ്സയുമാണ്. ഇത് പിസ്സയുടെ ക്രസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വളരെ തിൻ ലെയർ ആയിട്ടുള്ള ഒരു ക്രസ്റ്റാണ് കേട്ടോ വരുന്നത്. ഏതൊരു പിസ്സയുടെയും മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്രസ്റ്റ് തന്നെയാണല്ലേ. അത് എത്രത്തോളം തിന്നാവുന്നോ കഴിക്കാനും അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മിക്ക ആളുകൾക്കും പിസ്സ കഴിക്കാൻ ഇഷ്ടമുള്ളതുപോലെ അതൊന്ന് മേക്ക് ചെയ്യുന്നത് കാണാനും നല്ല ഇഷ്ടമാണല്ലേ. ഏകദേശം ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ബീസ്റ്റ് ബേസ്റ്റ് ആണ് കേട്ടോ കാണാൻ നല്ല ലുക്കായിട്ടുള്ളത്. ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ വുഡ് ഫയർഡ് ഓവൻ. അങ്ങനെ നമ്മുടെ പിസ്സയെ ഓവനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് സെറ്റായതിനു ശേഷം നോക്കാം കേട്ടോ. പിസ്സ അവിടെ നിന്ന് സെറ്റാവുന്ന ടൈമിന് ഞങ്ങളൊരു ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് വരുന്നൊരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നല്ല ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. പിന്നെ ആ മയോണൈസും നല്ല തിക്ക് മയോണൈസ് ആയതുകൊണ്ട് തന്നെ രണ്ടും നല്ലൊരു കോംബോ ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ്റെ പീസിലൊക്കെ മസാലയും സ്പൈസിനെസ്സൊക്കെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഓയിലിയുമാണ്. സോ പിസ്സ കഴിക്കുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ 2 പീസ് കോംബോ. അപ്പോൾ നമ്മുടെ വുഡ് ഫയർഡ് ഓവനിൽ നിന്ന് നമ്മുടെ പിസ്സ എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു വുഡൻ ആംബിയൻസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. മീറ്റ് ഓവർലോഡറിൽ ചിക്കനും സോസേജും ബീഫ് പെപ്പറോണിയും കെബാബും ബേക്കണൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫ് ബേഴ്സിൽ ചിക്കനും മഷ്റൂമും ക്യാപ്സിക്കവും ഒണിയനൊക്കെ വരുന്ന ഒരു സ്പൈസി ഐറ്റമാണ് കേട്ടോ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മളൊരു 3 ഫ്ലേവേർഡ് മൊഹിറ്റോ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേപ്പിൾ പിസ്സ സിറ്റിയിലെ പിസ്സ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ.
ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള മീറ്റ് ഓവർലോഡഡ് ആണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ പല ടൈപ്സ് ഓഫ് മീറ്റിൻ്റെ ഫ്ലേവർ ഒരുമിച്ച് വരുമ്പോൾ, അതും ആ തിൻ ക്രസ്റ്റിൻ്റെ ആ പിസ്സ ഫ്ലേവറിൽ വരുമ്പോൾ ഒരു നൈസ് ടേസ്റ്റ് തന്നെ. ഫസ്റ്റത്തെ മീറ്റ് ഓവർലോഡിനെ കാട്ടിയും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഞാൻ സെക്കൻഡ് ട്രൈ ചെയ്ത മാഡ് ബേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഹാലപ്പീനോസിൻ്റെയും ചിക്കൻ ബാക്കി വെജീസും പിന്നെ ആ സ്പൈസിനെസ് ഒക്കെ കൂടി വരുമ്പോൾ എനിക്ക് നല്ല ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യും. മൊഹിറ്റോയിൽ റാസ്ബെറി, ബ്ലൂ കൂൾ പിന്നെ മിൻറ്റ് ലൈം ഈ 3 ഫ്ലേവറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. 3ഉം നൈസ് ആയിരുന്നു. സോ ലാസ്റ്റ് പിസയിൽ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കഴിച്ച് നോക്കി കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ഹംഗ്രിയസ് എന്ന ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.